വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചാമാരെ, ഇതുപോലെ ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു കഥ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. 4 പേരടങ്ങുന്ന ഒരു ഫാമിലി ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് നേരെ കടലിലേക്ക് പോവാണ്. ആ രാത്രിയിൽ കടലിൽ ഒരു ഉൽക്ക വന്ന് വീഴുന്നുണ്ട്. പിന്നീട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഇവര് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഈ കടലിൽ നിന്ന ഭാഗത്ത് ഒരു തരി പോലും വെള്ളമില്ല. എത്രയോ കിലോമീറ്റർ ആഴമുണ്ടായിരുന്ന ആ ഒരു കടലിലെ ഒരു തരി പോലും വെള്ളമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ കടലപ്പോ എങ്ങോട്ടേക്ക് പോയി? ഈ 4 ആൾക്കാരും അവരുടെ ആ ഒരു ചെറിയ ബോട്ടുമായിട്ട് കടലിന്റെ അടിത്തട്ടിൽ വന്ന് നിൽക്കുകയാണ്, ഒരു കര പോലെ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു കാര്യം ഉറപ്പു പറയാം, തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് നിങ്ങൾക്ക് ഈ ഒരു കഥ കേൾക്കാൻ കഴിയും. അപ്പൊ നേരെ പോവല്ലേ ഈ കഥയിലേക്ക്, കഥയുടെ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് കാണിക്കുകയാണ്. ആ ബോട്ടിൽ 4 പേരുണ്ട്. ജൂലിയ, അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ടോം, അതുപോലെ തന്നെ ഇവരുടെ 2 മക്കള് ബെന്നും കാസിയ. ഇവരെന്തിനാണ് കടലിലേക്ക് പോകുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ 2ാമത്തെ മകനായിട്ടുള്ള ബെന്നിന്റെ ബർത്ത്ഡേ ആണെന്ന്. ഈ രാത്രിയിൽ അത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ആഘോഷിക്കാനാണ് ഇവരിപ്പോ കടലിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും കടലിന്റെ ഒരു ഭാഗത്ത് ഇപ്പൊ ബോട്ട് നിർത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ജൂലിയ ഒന്ന് നീന്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ്. പോകുന്നതിന് മുന്നേ മകളോടൊന്ന് പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ സ്വിം ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ചാടുക കേട്ടോ. അവൾ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചെവിയിൽ ഒരു ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ബോട്ടിന്റെ മറ്റൊരു വശത്ത് ഈ ടോമും അതുപോലെ തന്നെ ഇളയ മകനായിട്ടുള്ള ബെന്നും കൂടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ ആ ഒരു ടെക്നിക്കൽ വശങ്ങളൊക്കെ ഈ ടോം ബെന്നിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ കടലിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ജൂലിയക്ക് ഈ കടലിന് എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നുകയാണ്. അധികം വൈകിയില്ല, വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഒരു അടിവലിവ് അവൾക്ക് ഫീൽ ചെയ്യാണ്. അതായത് നീന്തി അവൾക്ക് മുകളിലേക്ക് വരാൻ കഴിയുന്നില്ല. താഴേക്ക് ഒരു വലിവ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ ബോട്ടിലെ കോമ്പസ് ആണെങ്കിൽ കറക്റ്റ് ഒരു ദിശ കാണിക്കാതെ അതങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടോം ഈ ഒരു കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നുമില്ല. ഇതേ നേരം ജൂലി ആണെങ്കിലോ സഹായിക്കണേന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിത് ആരും കേൾക്കുന്നില്ല. കാരണം എന്താ, ക്യാസി ഉണ്ടല്ലോ, അവളാണെങ്കിൽ ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ ടോമും ഈ ബെന്നും ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇവരാണെങ്കിലോ ഇത് കേൾക്കുന്നില്ല. എന്നാൽ ആ സമയത്ത് ടോമിന് എന്തോ ഒരു തോന്നല്, ആരോ വിളിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ പിറകുഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ കിടന്നിട്ട് പൊന്തി വരാൻ പറ്റാത്ത രീതിയിൽ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ജൂലിയെ കാണാണ്. അവനൊന്നും നോക്കിയില്ല. ബോട്ട് വേഗം ചെറുതായിട്ടൊന്ന് മുന്നോട്ട് എടുത്ത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് ജൂലിയെ രക്ഷപ്പെടുത്തുകയാണ്. അവളാണെങ്കിൽ ആ ഒരു കുറച്ച് സമയം കൊണ്ട് വല്ലാതെ പേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇതിനുശേഷം ടോം ഇപ്പൊ കാസിയെ ചെറുതായിട്ടൊന്ന് ചീത്ത പറയാണ്. അതായത് കടലിലെ കാര്യങ്ങൾ നീന്താൻ ഇറങ്ങുന്ന സമയത്ത് അയാൾ നോക്കിക്കൊണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് പോയിരിക്കണം. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കടലാണ്, ചെറിയ പുഴയൊന്നുമല്ല, അങ്ങോട്ട് പോയി എടുക്കാനൊന്നും കഴിയില്ല. അപ്പൊ കാസിയും സോറി പറയാണ്, അച്ഛാ അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കുന്നു പറയണം. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഇന്നൊരു പരിപാടിക്ക് വന്നതല്ല, ആരുടെയും മൂഡ് കളയേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നോർമൽ ആവുകയാണ്. അങ്ങനെ രാത്രി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് ബലൂണും കാര്യങ്ങളൊക്കെ വേർപ്പിച്ചു. അങ്ങനെ കേക്കെല്ലാം കൊണ്ടുവന്നു. ഇവർ നന്നായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യണം. ഇന്ന് ചെറുക്കന്റെ 13ാമത്തെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ബെന്നിനായിട്ട് കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്. ഫോട്ടോ എടുത്തു സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ പെണ്ണുണ്ടല്ലോ കാസി, ചെറുതായിട്ടൊന്ന് അവിടുന്ന് മുങ്ങാണ്. നേരെ ആ ഒരു ബോട്ടിന്റെ മുൻഭാഗത്തേക്ക് പോയിട്ട് അവളുടെ ലാപ്ടോപ്പിൽ നിന്ന് അവളുടെ ബോയ് ഫ്രണ്ടിന് വീഡിയോ കോൾ ചെയ്യണം കേട്ടോ. അപ്പൊ ബോയ് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, എന്തായി സെലിബ്രേഷനൊക്കെ, എൻജോയ് ചെയ്തോ? അതൊക്കെ പോട്ടെ, എപ്പോഴും തിരിച്ചു വരുന്നത് അവനിങ്ങനെ ചോദിക്കുമ്പോൾ അവന്റെ പിറകിലായിട്ട് കാസി എന്തോ ഇങ്ങനെ കാണാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ഭയങ്കര ഇടിമിന്നലും കാറ്റൊക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് പറയണേ, കുഴപ്പമൊന്നുമില്ല, കുറച്ചു നേരമായിട്ടുണ്ട് ഈ ഒരു കാറ്റും അതുപോലെ തന്നെ വല്ലാത്തൊരു ഇടിമിന്നലും. അങ്ങനെ ഇവർ സംസാരിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് സിഗ്നൽ കട്ടായി പോകുന്നുണ്ട്. കുറെ നേരം കാസി ട്രൈ ചെയ്തെങ്കിലും കോള് കണക്ട് ആവുന്നില്ല. ഇതേ നേരം തന്നെ ഇവരുടെ ഒരു ചെറിയ ബോട്ടിൽ വന്നിട്ട് എന്തോ ഇങ്ങനെ തട്ടുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് തിമിംഗലങ്ങൾ ആ ഒരു ഭാഗത്ത് അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ടോം വിചാരിക്കുകയാണ്, ഒരിക്കലും ഈ ഒരു വഴിയിലൂടെ ഈ തിമിംഗലങ്ങൾ വരാനുള്ള ഒരു സാധ്യതയില്ലല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട്. ടോമിന് ഈ ഒരു കാര്യം മനസ്സിലാവാനുള്ള കാരണം അവനൊരു ഓഷ്യൻ റിസർച്ചറാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള മത്സ്യങ്ങളെ കുറിച്ചും അതിന്റെ ആ ഒരു രീതിയെക്കുറിച്ചൊക്കെ അത്യാവശ്യം നന്നായിട്ട് അവനറിയാം. അതുകൊണ്ടാണ് ടോമിനും ഒരു സംശയം തോന്നിയത്, അതായത് ഇവറ്റകൾ എന്താ ഈ നേരത്തെ ഇതിലൂടെ പോകുന്നത്. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു തിമിംഗലം മുഴുവനും അവിടെ നിന്നായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇതിനുശേഷം ഈ ഒരു കപ്പലിന് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാനായിട്ട് ടോം വേഗം വെള്ളത്തിലേക്ക് ചാടി പോവുകയാണ്. എന്നിട്ട് അടിയിൽ പോയി നോക്കിയ സമയത്ത് ഈ ഫാൻ എന്തോ അവന്റെ മേത്ത് തട്ടിയിട്ട് ചെറുതായിട്ട് ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്തൊരു മുറിവായിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ ഇപ്പൊ ജൂലിയ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ പറ്റിയ ചോദിച്ചപ്പോ ടോം പറയാണ്, ചെറിയൊരു പ്രശ്നമുണ്ട്, പേടിക്കൊന്നും വേണ്ട. അതായത് ഇവരുടെ ബോട്ടിന്റെ അടിഭാഗത്തിൽ ദിശയെ മാറ്റുന്ന ഒരു ഫാൻ ഉണ്ട്, അതിന്റെ ഒരു ലീഫ് തകരാറിലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി കറക്റ്റ് ആയിട്ട് നമ്മുടെ ദിശ നിയന്ത്രിച്ച് അങ്ങ് പോകാൻ കഴിയില്ല, എഞ്ചിന് തകരാറ് വരുന്നു പറയണം. എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കാസി പുറത്തേക്ക് പോയിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് ഫോണിൽ സിഗ്നൽ ഉണ്ടോ നോക്കുന്നുണ്ട്. ഫോണിലും അതുപോലെ സിഗ്നൽ കിട്ടുന്നില്ല. എന്തായാലും ഇതിനുശേഷം ടോം വേഗം തന്നെ ഇവരുടെ ഒരു ചെറിയ ബോട്ടിൽ എത്രത്തോളം ഫുഡ് ബാക്കിയുണ്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 4 ദിവസത്തേക്കുള്ളതുണ്ട്. സൂക്ഷിച്ചും കണ്ടും അത് ഉപയോഗിക്കണം എന്തായാലും. മാത്രമല്ല മകനും ഭാര്യയും നല്ല പേടി ആയതുകൊണ്ട് തന്നെ ടോം പറയണ പേടിക്കൊന്നും വേണ്ട, ഇത് ഒരുപാട് വലിയ കപ്പലുകൾ പോകുന്ന റൂട്ടാണ്, ആരെങ്കിലും നമ്മൾ കാണാതിരിക്കില്ല. പിന്നീട് റേഡിയോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിലും യാതൊരു രീതിയിലും സിഗ്നലോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ആ സമയത്താണ് വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു ശബ്ദം ഇവർ പുറത്തുനിന്ന് കേൾക്കുന്നത്. എല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആകാശത്തിൽ ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു തീഗോളം കാണുകയാണ്. അത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ടോമിന് മനസ്സിലായി അതൊരു ഉൽക്കയാണെന്ന്. അധികം വൈകിയില്ല, ഇവരുടെ ബോട്ടിനെയും കുറച്ച് അപ്പുറത്തായിട്ട് ഈ ഒരു ഉൽക്ക വന്ന് കടലിലേക്ക് പതിക്കുകയാണ്. അതിന്റെ ആ ഒരു ഇമ്പാക്ട് എന്തായാലും ഇവർ
ഇവരുടെ ഒരു ബോട്ടിന്റെ അടുത്തേക്ക് വരും. അപ്പോഴേക്കും ബോട്ടിന് വേഗം തന്നെ ടോം ഇവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് നീക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊന്നും ബോട്ടിന് ഡാമേജ് വന്നില്ല, എന്നാൽ എഞ്ചിന് ഡാമേജ് വന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവർക്ക് ഈ ഒരു ബോട്ടിനെ അങ്ങനെ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ഇടി, മിന്നല്, കൊടുങ്കാറ്റ് എല്ലാം വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. സംഗതി വളരെ സീരിയസ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സോ എല്ലാവരും വേഗം തന്നെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിടാൻ തുടങ്ങി. ഇതിന് പുറമെ കടലിൽ ഭയങ്കരമായിട്ടുള്ള തിരമാലകൾ രൂപപ്പെടാൻ തുടങ്ങി. ഇവരെ ബോട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത രീതിയിൽ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയം കാരണം ഇവർ 4 പേരും ബോട്ടിന്റെ ഉള്ളിൽ പോയിട്ട് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഇതിനിടയിൽ ടോമി ഇവർ ഇവിടെ ഉണ്ട് എന്നുള്ള സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ഒരു ഫ്ലെയർ മുകളിലേക്ക് പൊട്ടിക്കുന്നുണ്ട്. ഇത് ആരെങ്കിലും കണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ആ ഒരു രാത്രി ഭയന്നുകൊണ്ട് ബോട്ടിന്റെ പുറത്തേക്ക് വരാതെ എല്ലാവരും ഉള്ളിലിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ചെറിയൊരു മയക്കത്തിൽ നിന്നും എല്ലാവരും എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്നലെ രാത്രി ഉള്ളതുപോലെ ഈ ബോട്ടിന് വല്ലാത്തൊരു ആട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ശാന്തമായിട്ട് ഒരു അനക്കവും ഇല്ലാതെ ഈ ബോട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ വരെ ഒരു സാധ്യതയില്ലല്ലോ എന്ന് കരുതി ഇവര് 4 പേരും പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ ശരിക്കും ഇവരുടെ കണ്ണുകളെ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്താ, ഇവർ നിന്നിരുന്ന ആ ഒരു കടലുണ്ടല്ലോ, അവിടെ ആ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ആ വെള്ളം മുഴുവൻ മറ്റെങ്ങോട്ടോ പോയിട്ടുണ്ട്. ഇവരുടെ ആ ഒരു ചെറിയ ബോട്ടാണെങ്കിലോ കടലിന്റെ താഴെ തട്ടിലേക്ക് വന്നിട്ട് കടലിന്റെ അടിത്തട്ടിലെ ഒരു പാറപ്പുറത്ത് അങ്ങനെ നിൽക്കുകയാണ്. കടലിന്റെ അടിഭാഗം അവർക്കൊരു കര പോലെ ഇപ്പൊ മുഴുവനായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ഈ 4 പേരും എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴാണ് ടോം കോമ്പസിലേക്ക് നോക്കുന്നത്. അതായത് നോർത്ത് ഡയറക്ഷൻ. ഏകദേശം ഒരു ധാരണ ഉണ്ട്, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്നാൽ ഈ കോമ്പസിലെ നോർത്ത് ഡയറക്ഷൻ അത് തെറ്റായിട്ട് കാണിക്കുകയാണ്. അപ്പൊ തന്നെ ടോമിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇന്നലെ വീണ ആ ഒരു ഉൽക്കാപതനത്തിലൂടെ കാര്യമായിട്ട് തന്നെ ഭൂമിയുടെ നോർത്ത് പോളിനും സൗത്ത് പോളിനും എന്തോ ഒരു വ്യത്യാസം വന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയി. അതുകൊണ്ടാണ് കടലിലെ വെള്ളം മുഴുവൻ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിപ്പോയത്. അതിനർത്ഥം എന്താണ്, കടലിലെ വെള്ളം മുഴുവൻ ഇപ്പൊ കരഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോ കരയുടെ ഭാഗത്ത് വലിയൊരു സുനാമി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരയിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പൊ നിലവിൽ മരണപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് കോടി വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു പ്രതിഭാസം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ടോം ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും ഇത് കേട്ട പാട് തന്നെ കേസി ആകെ ടെൻഷനിലാവാണ്. കാരണം എന്താണ്, അവളുടെ ബോയ് ഫ്രണ്ട് കരയിലാണല്ലോ, അവൻ മരിച്ചിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടാണ് അവൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നത്. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവളുടെ ആ ഒരു റൂമിലേക്ക് പോയിട്ട് അവൾ ഭയങ്കരമായിട്ട് ഇരുന്ന് കരയാണ്. മാത്രമല്ല ഇവരുടെ അമ്മ അതായത് ജൂലിയ വേഗം പോയിട്ട് ഇനി എത്ര ദിവസത്തേക്ക് ഭക്ഷണം ഉണ്ട് നോക്കുകയാണ് കേട്ടോ. അതായത് കഷ്ടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം മുന്നോട്ടേക്ക് കൊണ്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഈ ഒരു ബെന്നാണെങ്കിൽ ഇന്നലെ അവന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അതിനുവേണ്ടി ഒരുപാട് ബലൂണുകളൊക്കെ ഇവിടെ വെറുപ്പിച്ച് വെച്ചായിരുന്നു. ഇതെല്ലാം കൂട്ടി കെട്ടിയിട്ട് മുകളിലേക്ക് പറത്തി വിടുകയാണ്. അതായത് ഇവരുടെ ഈ ഒരു ലൊക്കേഷൻ ആർക്കെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണട്ടെ വിചാരിച്ചിട്ട്. ഇപ്പൊ ടോം ആണെങ്കിലോ ആ റേഡിയോയിലൂടെ സിഗ്നൽ എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയോ മറ്റൊരു ബോർഡിലേക്ക് ഇത് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ആ ആളും നമ്മുടെ ടോമിനോട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവനായിട്ട് ഫെയിൽ ആയതുകൊണ്ട് തന്നെ ഈ 2 കൂട്ടർക്കും പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവർ 2 പേരും നല്ല ആഴമുള്ള ഭാഗമായതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ഇവരുടെ ആ ഒരു സംസാരത്തിലൂടെ ഇവർക്ക് തന്നെ ഒരു കാര്യം മനസ്സിലായി, ഇവിടുന്ന് ഇപ്പൊ വെള്ളം മാറിപ്പോട്ടില്ലേ, ഒരാഴ്ചക്കകം ഈ വെള്ളം അത് പഴയതുപോലെ തന്നെയായിട്ട് ഇങ്ങോട്ടേക്ക് വരും. ആ ഒരു സമയം ആകുമ്പോഴേക്കും ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയേ തീരുള്ളൂ. അപ്പൊ നല്ലൊരു ഹൈറ്റുള്ള ഭാഗത്തേക്ക് പോയി നിൽക്കാൻ വേണ്ടി മറ്റേ ആൾ പറയുന്നുണ്ട്. എന്നാൽ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല അയാളുടെ കയ്യിൽ ഒരു മുങ്ങിക്കപ്പലാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങളും വന്നോട്ടെ എന്ന് ടോമി ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറയാണ് അത് നടക്കുന്നു തോന്നില്ല, കാരണം 2 പേർക്ക് ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ, കൂടുതൽ ആളുകൾ വന്നാൽ ഇത് താങ്ങില്ല എന്ന് പറയാണ്. ഈ സമയത്ത് ടോമ് പറയാണ് ഞങ്ങൾ 4 പേരുണ്ട്, അറ്റ്ലീസ്റ്റ് എന്റെ 2 മക്കളെങ്കിലും അതിൽ കയറ്റിയിരുത്താൻ പറ്റുമെന്ന് ചോദിക്കണം. അങ്ങനെ അയാൾ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതിനുശേഷം ആ ചെറിയ മുങ്ങിക്കപ്പലുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകാനായിട്ട് അതിന്റെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മാപ്പിൽ ഇപ്പോൾ ടോം മാർക്ക് ചെയ്യാണ്. എന്തായാലും ഇപ്പൊ എല്ലാവരുടെ ഉള്ളിലും നല്ല പേടിയാണ്. മക്കളെ 2 പേരെയും സുരക്ഷിതമായിട്ട് ആ ഒരു മുങ്ങിക്കപ്പലിൽ എത്തിച്ചാലും നമ്മുടെ ടോമും അതുപോലെ തന്നെ ജോലി എന്ത് ചെയ്യും? മാത്രമല്ല ആ ഒരു മുങ്ങിക്കപ്പല് അതുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ചധികം ദൂരമുണ്ട് എന്ന് കരുതി ഒരാഴ്ചക്ക് മുകളിൽ സമയം എടുക്കാനൊന്നും പറ്റില്ല. അപ്പോഴേക്കും ശക്തമായിട്ടുള്ള തിരമാലയോട് കൂടിയിട്ട് ആ വെള്ളം ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ ഇവര് അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരാൾ നടന്നു വരുന്നതായിട്ട് ടോം കാണുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടതുകൊണ്ട് തന്നെ ടോം നേരെ ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. ആ വരുന്ന ആള് നല്ല ക്ഷീണിതനായിരുന്നു. ഇയാളുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു. ശരിക്കും ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ടോമിന്റെ മകനായിട്ടുള്ള ബെന്ന് ഒരു ബലൂണ് മുകളിലേക്ക് ഇങ്ങനെ വിട്ടായിരുന്നല്ലോ. അപ്പൊ അത് കണ്ടിട്ടാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ആ ആളെ ടോം ഇപ്പൊ കണ്ടു, എന്തോ പാവം തോന്നാണ്, വല്ലാത്ത ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടോം വേഗം പോയിട്ട് അയാൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു വെള്ളം കുടിച്ചു. അയാൾ നോക്കിയതിന് ശേഷം അയാൾ നന്ദി പറയും എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ആ ബോട്ടിൽ കൊണ്ട് പാവം നമ്മുടെ ടോമിന്റെ തലക്കിട്ട് ഒരൊറ്റ അടിയാണ്. ഇതിനുശേഷം ഇയാളുടെ കയ്യിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കൊന്നുണ്ടായിരുന്നു. ഇത് വെച്ച് ടോമിന്റെ വയറ്റിലേക്ക് ഒരൊറ്റ കുത്തലാണ്. അവൻ അവിടെ വെച്ച് കൊല്ലുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ജോലി വരുന്നത്. അവളാകെ ഷോക്കായി പോയി. മാത്രമല്ല ഇനി അവനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി ജൂലിയ വേഗം തന്നെ മക്കളെ രക്ഷപ്പെടുത്താനായിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് ഈ വന്ന പന്ന നായി ഉണ്ടല്ലോ, വെള്ളം കൊടുത്ത മനുഷ്യനെ വരെ കൊന്ന ഇവനൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല, നേരത്തെ തന്നെ ചാവേണ്ടതായിരുന്നു. എന്തായാലും കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുന്തം വെച്ച് ജൂലിക്ക് നേരെ എറിയാണ്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് അവളുടെ ഷോൾഡറിലൂടെ അത് ഉരസി പോയിട്ടോ, അവളുടെ ദേഹത്ത് അത് കയറിയില്ല. അവൾ എങ്ങനെയോ സർവൈവ് ആയിട്ട് ഇപ്പൊ മക്കളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മക്കളോട് കാര്യങ്ങളൊക്കെ പറയാണ്. 2 പേരും ആകെ പേടിച്ചു പോയിട്ടുണ്ട്. അവർ 2 പേരെയും വേഗം തന്നെ ഈ ബോട്ടിന്റെ ഒരു ബേസ്മെന്റ് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് നിർത്തുകയാണ്. ഇതിനുശേഷം ഒരു കത്തിയുമായിട്ട് വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റിൽ പോയിട്ട് ജൂലി ഒളിക്കുകയാണ്. ഈ സമയത്ത്
ഇതിന്റെ ആ ഒരു മെയിൻ ഡോർ ക്ലോസ് ചെയ്യാനായിട്ട് ഇവർ മറന്നിട്ടില്ല കേട്ടോ. എന്നാൽ ആ ഒരു കില്ലർ വന്നിട്ട് ഇയാൾ എങ്ങനെയൊക്കെ ആ ഒരു ഡോർ ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് വന്ന് നോക്കുകയാണ്. ഇതിനുശേഷം ഇയാൾ നേരെ ആ ഒരു കിച്ചൺ സൈഡിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെന്ന് നോക്കുകയാണ്. അത് വാരി വലിച്ച് കഴിക്കുകയാണ്. അതായത് ഭയങ്കര സ്വാർത്ഥനായിട്ടുള്ള, അയാളുടെ കാര്യം മാത്രം നോക്കുന്ന ഒരു വല്ലാത്ത മൃഗീയനായിട്ടുള്ള മനുഷ്യൻ. ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അയാൾക്ക് വെള്ളം കൊടുത്ത പാവം നമ്മുടെ ടോമിനെ വരെ ഇയാൾ കൊന്നുകളഞ്ഞ്. എന്തായാലും വിശപ്പ് ഒതുങ്ങിയ സമയത്ത് ഈ ബോട്ടിൽ ബാക്കിയുള്ള ആൾക്കാരെ അവനങ്ങനെ തേടി നടക്കുകയാണ്. ഇതേ സമയത്ത് കയ്യിൽ കത്തിയും പിടിച്ചിട്ട് നമ്മുടെ ജൂലി ആണെങ്കിൽ അങ്ങനെ കാത്തിരിക്കുകയാണ് അവൻ വന്ന അപ്പ കുത്താനായിട്ട്. എന്നാൽ ആ റൂമിൽ ജൂലി ഉണ്ട് എന്ന് മനസ്സിലാക്കി. ജൂലി എന്ന പേരൊന്നും അവനെ അറിയില്ല. അവൻ തേടി വന്ന ആ ഒരു പെണ്ണ് എന്ന് മനസ്സിലാക്കി അവൻ അങ്ങോട്ടേക്ക് വന്ന് കയറിയപ്പോൾ അവിടെ ജൂലി ഉണ്ടായിരുന്നില്ല. കാരണം എന്താ അറിയോ, ഈ അപകടത്തില് കപ്പലിന് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അത് ആ ഭാഗത്ത് തന്നെയായിരുന്നു. ആ ഹോളിലൂടെ ജൂലി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു ബോട്ടിന് അടിയിൽ വന്ന് അവൾ എങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ബോട്ടിന്റെ ഹോളിലൂടെ ഇയാൾ തലയിട്ട് നോക്കുകയാണ്. ഇയാൾക്ക് ഇപ്പൊ ജൂലിയെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇയാളുടെ ഒരു കറുത്ത നായ ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ് ജൂലിയെ കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പണിയാണെന്ന് മനസ്സിലായ ജൂലിയെ പതിയെ ചെന്ന് ആ നായയുടെ കഴുത്തിലേക്ക് തന്നെ കത്തി കയറ്റി അതിനെ കൊന്നു കളയുന്നുണ്ട്. അപ്പൊ ആ ഒരു കരച്ചിൽ വന്ന് ഈ കില്ലർ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇയാളുടെ ആ ഒരു നായ അത് ചത്ത് കിടക്കുന്ന കാണാണ്. ഇപ്പൊ ഈ ഒരു കില്ലറുടെ ശ്രദ്ധ ഒന്ന് മാറിയല്ലോ. ഇതേ സമയത്ത് തന്നെ ജൂലിയ ബോട്ടിന്റെ മുകളിലേക്ക് കയറിയിട്ട് കയ്യിൽ കത്തിയുണ്ട്. അതുകൊണ്ട് ഇയാളുടെ മേത്തേക്ക് ചാടി വീണ് കൊല്ലാം എന്നുള്ള ആ ഒരു പ്ലാനിൽ ജമ്പ് ചെയ്തെങ്കിലും അത് ചെറുതായിട്ടൊന്ന് ഫെയിലായി. അവളെയും പിടിക്കാണ്, കത്തിയും മേടിക്കാണ്. എന്നിട്ട് ഈ ഒരു കില്ലർ അവിടെ വെച്ച് ജൂലിയ അടിച്ചു കൂട്ടി അവിടെ ഇടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കില്ലറുടെ കയ്യിൽ നിന്നും ജൂലിയ അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം അവിടെ ഒളിച്ചിരിക്കുന്ന ആര് കാണുന്നുണ്ട്? മൂത്ത മകളായിട്ടുള്ള കാസി കാണുകയാണ്. അവളുടെ കയ്യിൽ ഒരു ഫ്ലെയർ ഗണ്ണ് ജൂലിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. സഹി കെട്ടാൻ മാത്രം, ഏറ്റവും അവസാന സമയത്തിൽ മാത്രം ഈ ഒരു ഗണ്ണ് എടുത്താൽ മതി എന്ന് പറയണം. അപ്പോൾ അമ്മയെ തല്ലുന്നത് അവർക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? ഇല്ല. കാസി പെട്ടെന്ന് തന്നെ ആ ഒരു ഡോറ് തുറന്ന് ഇയാളുടെ മുഖത്തേക്ക് ആ ഒരു ഫ്ലെയർ ഒരൊറ്റ അടിയും കൊടുക്കുകയാണ്. അതിന്റെ ആ ഒരു തീ ഇയാളുടെ മുഖത്തേക്ക് വന്ന് അടിച്ചതോട് കൂടിയിട്ട് ഇയാൾ അലറി വിളിച്ചുകൊണ്ട് അവിടെ താഴേക്ക് വീഴാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ഇയാൾക്ക് വലിയ പരിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ വീണ്ടും എഴുന്നേൽക്കാൻ നോക്കി. ജൂലി എന്ത് ചെയ്തു? ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഓൾറെഡി ഇവരെല്ലാവരും കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചായിരുന്നല്ലോ, ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ആ ഒരു ബോട്ട് ഫുള്ളായിട്ട് പൊട്ടി ചെതറി പോകുന്നുണ്ട്. എന്നാൽ അതിന്റെ ഉള്ളിൽപ്പെട്ട് ആ ഒരു കില്ലർ മരണപ്പെട്ടിട്ടില്ലായിരുന്നു. ഇയാൾ എങ്ങനെയൊക്കെയോ അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ പിള്ളേരെയും കൂട്ടി ഓടി രക്ഷപ്പെട്ട ജൂലി ഇപ്പോ അവളുടെ ഹസ്ബൻഡ്, അതായത് ടോമിന്റെ ആ ഒരു ബോഡിയുടെ അരികിലെത്തുകയാണ്. ബെന്നും കാസിയും അച്ഛൻ മരിച്ച കാര്യം ഇപ്പോഴും അറിയുന്നത്. ഇവരാകെ ഷോക്കായി പോയിട്ട് ആ ഒരു ബോഡിയുടെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയും ഇവിടെ അധികം നേരം നിൽക്കാൻ കഴിയില്ല. കാരണം ആ ഒരു ബ്ലാസ്റ്റിൽ നിന്നും ഈ കില്ലർ രക്ഷപ്പെട്ട കാര്യം ഇവരെല്ലാവരും കാണുകയാണ്. അങ്ങനെ ജൂലിയ അവളുടെ ഹസ്ബൻഡ് ടോമിന് അവസാനമായിട്ട് ഒരു മുത്ത് നൽകിയിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ ആ ഒരു കില്ലറിൽ നിന്ന് ഇവർ ഓടി രക്ഷപ്പെട്ട് ഒരു പാറയിടുക്കിലേക്ക് എത്തുകയാണ് കേട്ടോ. ഒരു കാര്യം ഓർക്കണം, ഒരു സമയത്ത് നല്ല ഇന്നലെ രാത്രി വരെ ഇവിടെ മുഴുവൻ കടൽ വെള്ളമായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ബാക്കി വെള്ളമായിട്ട് മുകളിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതൊക്കെ താഴേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചാടുന്നുണ്ട്. ദാഹം കാരണം ഇവരിത് കുടിക്കാൻ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഉപ്പാണ്. വായിലേക്ക് ഒന്ന് വെക്കാൻ പോലും പറ്റുന്നില്ല. ഇതേ നേരം തന്നെ കാസിയുടെ കയ്യിൽ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോ നമ്മുടെ ഈ ഒരു ബെന്നിന് കൊടുക്കുകയാണ്. പക്ഷെ ആ വെള്ളം മേടിച്ച് ബെന്ന് കുടിക്കുന്നില്ല. കാരണം ആ കില്ലർ ഇങ്ങോട്ടേക്ക് വരാനും ഇവരുടെ അച്ഛൻ ഇങ്ങനെ സംഭവിക്കാനും എല്ലാത്തിനും കാരണക്കാരൻ അവനാണല്ലോ. അവൻ ബലൂൺ അയച്ചതുകൊണ്ടാണല്ലോ. അപ്പൊ ഈ ഒരു കാര്യം കാസിയും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിന്റെ പേരിൽ അവന് ഭയങ്കര ടെൻഷൻ വരികയാണ്. എന്ന ജൂലി പറയാണ്, അത് നിന്റെ തെറ്റല്ല, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്തു. എന്നാൽ അതിങ്ങനെ ആവുമെന്ന് നീയും വിചാരിക്കുന്നില്ല, നമ്മൾ ആരും വിചാരിക്കുന്നില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം എന്ന് കരുതി ഇവരൊന്ന് റിലാക്സ് ആയി നിൽക്കുമ്പോൾ ആ ഒരു കില്ലർ ഇവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ടായിരുന്നു. ഇനിയും അവന്റെ കയ്യിൽ പെട്ടാൽ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു കരുതിയിട്ട് വീണ്ടും ജൂലിയ പിള്ളേരെയും കൂട്ടി ഓടുകയാണ് കേട്ടോ. അങ്ങനെ ഓടുമ്പോൾ നമ്മൾ മനുഷ്യർ കടലിൽ ഉപേക്ഷിച്ച ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് അടിഞ്ഞു കൂടി കിടക്കുന്നത് ഇവർ കാണുകയാണ്. മാത്രമല്ല കുറേയധികം കടൽ മത്സ്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് ചത്ത് കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇത് നോക്കാൻ വേണ്ടി ടോം അങ്ങോട്ടേക്ക് പോയപ്പോൾ ജൂലിയ അതിനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. വേഗം തന്നെ ആ ഒരു മീനിന്റെ അടുത്ത് നിന്നും അവന് വിളിച്ചുകൊണ്ടുവാണ്. കാരണം ആ ഒരു കില്ലർ പിന്നാലെ വരികയാണ്. അതായത് ആ ഒരു മുങ്ങിക്കപ്പലുള്ള ക്യാപ്റ്റൻ പറഞ്ഞില്ലേ, ആ സ്ഥലത്തേക്കാണ്, ആ ഡയറക്ഷനിലേക്കാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ പല കാര്യങ്ങളും ഇവർ കാണുന്നുണ്ട്. ചത്ത് കിടക്കുന്ന വലിയൊരു തിമ്മീങ്കലും അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് ബാരലുകളും അതിൽ നിറയെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ്. പല കമ്പനികളും ഒരു ഗവൺമെന്റിന്റെ അപ്രൂവലോ കാര്യങ്ങളോ ഇല്ലാതെ കടലിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങൾ കെട്ടി താഴ്ത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ് ആ ടിന്നുകളിലായിട്ട് ഇവർ കാണുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ നിന്നും അവർ ഓടി രക്ഷപ്പെടുകയാണ്. അതല്ല, എനിക്കൊരു ഡൗട്ട്, ഇതുപോലെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഒക്കെ കടലിൽ കൊണ്ടുപോയി താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വന്ന റേഡിയേഷൻ ചില മത്സ്യങ്ങളിലൊക്കെ ആവില്ലേ? മേ ബി അവറ്റകൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കും. സപ്പോസ് അത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? എന്റെ ഒരു തോന്നൽ മാത്രം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചുമ്മാ ഒന്ന് കമന്റ് ബോക്സിൽ പറ. എന്തായാലും ഇവരിങ്ങനെ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഓട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടയേർഡ് ആവുന്നത് ബെന്നാണ്. കാരണം അവന്റെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം ഉള്ളതുകൊണ്ട് അവൻ ഒട്ടും വെള്ളം കുടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ടയേർഡായിട്ട് വീഴുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കയ്യിൽ അവസാനമായിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം അവസാനം ഇവന് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ആ ഒരു പ്രതീക്ഷയൊന്നും കാസിക്കില്ല. എന്നാൽ ജൂലിയ ഇവർക്ക് പരമാവധി ഒരു എന്താ പറയാ ആത്മവിശ്വാസം കൊടുക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റുന്നൊക്കെ. ഇതിനുശേഷം വീണ്ടും ഇവർ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. കുറെ മുന്നോട്ടേക്ക് പോയപ്പോൾ തുരുപ്പെടുത്ത് കിടക്കുന്ന തകർന്നു പോയ ഒരു പ്ലെയിനിന്റെ അവശിഷ്ടം ഇവർ കാണുകയാണ്. എന്നോ ഒരു സമയത്ത് കടലിലേക്ക് വീണ ഒരു പ്ലെയിൻ ആണെന്ന് മനസ്സിലായി. എന്തായാലും ഈ ഒരു രാത്രി അല്ലെങ്കിൽ കുറച്ചു നേരം എന്തായാലും ഇവിടെ റെസ്റ്റ് ചെയ്യാന്ന് കരുതിയിട്ട് ഇവർ 3 പേരും അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ശ്വാസമൊക്കെ വിടുന്നത്. ഈ സമയത്ത് ജൂലി അവളുടെ ആ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. ടോമിന്
അങ്ങനെ ആലോചിച്ച് ഒരുപാട് കരയുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. ജൂലിയ ഒരു ഡോക്ടറാണ്, മാത്രമല്ല ഈ ടോം ആണെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട് ഓരോ റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ എന്തോ ചെയ്തപ്പോൾ ഒരു അപകടം പറ്റി അവളുടെ അടുത്തേക്ക് ട്രീറ്റ്മെന്റിന് പോയതാണ്. അങ്ങനെയാണ് അവർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അവർ പഴയ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുട്ടികളും അവരുടെ അച്ഛനെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ പെണ്ണ് കാസിക്ക് മാത്രം എന്തോ ഒരു ശബ്ദം കേൾക്കാൻ പറ്റി. എന്താ അത്? ഇത് നോക്കാനായിട്ട് അമ്മയോടും അനിയനോടും പറയാതെ അവൾ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് അവളുടെ പിന്നാലെ വരുന്ന ആ ഒരു കില്ലറെ അവൾ കണ്ടില്ല കേട്ടോ. പാവം കേസിയെ കൊല്ലാനായിട്ട് ഇയാൾ പിന്നാലെ വന്ന സമയത്ത് ഈ കില്ലറുടെ പിന്നിൽ നിന്നും അവനെ മറ്റൊരാൾ ആക്രമിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ജൂലി തന്നെ. അവളുടെ കയ്യിൽ നല്ല ഷാർപ്പായിട്ടുള്ള ആ ഒരു കത്തി ഉണ്ടായിരുന്നല്ലോ. ആ കത്തി വെച്ച് ഇയാളെ ഒരു 10-15 തവണ കുത്തി 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 കൊടൂരമായിട്ട് കൊന്നുകളയാണ്. അവളുടെ ഉള്ളിൽ ആ ഒരു പക അവളങ്ങോട്ട് തീർക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യം ആക്സിഡന്റലി സംഭവിച്ചതല്ല, ഇത് ഇവരുടെ ഒരു ട്രാപ്പ് ആയിരുന്നു, ആ ഒരു കില്ലറെ കൊല്ലാൻ വേണ്ടി തന്നെ. കാരണം ഇവരുടെ പിന്നാലെ എന്തോ വെറു പിടിച്ച നായെ പോലെ അവനിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇത് നോക്കി നിൽക്കാൻ ഇവർക്ക് പറ്റുമോ? ഇല്ല, നല്ല പണി അങ്ങോട്ട് കൊടുത്തു. പിന്നീട് ഇവർക്കൊന്ന് ആശ്വാസമായി കേട്ടോ. അങ്ങനെ തിരിച്ചു പോയിട്ട് വീണ്ടും ആ രാത്രി മുഴുവൻ അവരവിടെ വിശ്രമിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അവർ ഇവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ഇന്നലെ കൊന്ന ആ ഒരു കില്ലറുടെ ബോഡി നോക്കുമ്പോൾ അതാകെ ചെതറിക്കെടുക്കുകയാണ്. അല്ല, അമ്മ കുത്തിയിട്ടാണ് ഇതുപോലെ ആയതെന്ന് ചോദിക്കുമ്പോൾ അല്ല, വേറെ എന്തോ ഒരു അപകടം ഇവിടെ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട, വേഗം തന്നെ ഇവർ ഇവിടുന്ന് പോവുകയാണ്. അപ്പൊ ഇവർക്ക് പോകാനുള്ള ആ ഒരു ലൊക്കേഷൻ, ആ കാര്യങ്ങളൊക്കെ മാപ്പിൽ നോക്കുന്നത് ഈ ജൂലിയും അതുപോലെ തന്നെ കാസിയാണ്. എന്നാൽ ബെന്നിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വല്ലാതെ അവൻ ടയേർഡ് ആവാണ്. അവന് വെള്ളമില്ലാതെ സർവൈവ് ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ചെറിയ വെള്ളത്തിന്റെ കെട്ടുകൾ അവിടെ ഇവിടെയായിട്ട് കാണുന്നത്. അത് സാധാരണ വെള്ളമായിട്ട് തോന്നില്ല, ഈ കടലിന്റെ ചില ഭാഗത്ത് തന്നെ ചീഞ്ഞ് നാറിക്കിടക്കുന്ന ഏതോ രീതിയിലുള്ള വെള്ളം തോന്നുന്നു. എന്നാൽ അതെന്താണ്, അത് കുടിച്ചെന്തെങ്കിലും പറ്റൂ എന്നൊന്നും ആലോചിക്കാതെ ഇവൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അതങ്ങോട്ട് കുടിക്കുകയാണ്. പെട്ടെന്ന് ഇത് കണ്ട കാസി ഓടിച്ചെന്ന് അവന് തടുക്കുകയാണ് കേട്ടോ. എന്തായാലും അത് കുടിക്കാൻ പാടില്ലാത്ത വെള്ളമായിരുന്നു. കുടിച്ച പാട് തന്നെ അവൻ കൂടുതൽ ടയേർഡ് ആവുകയാണ്. എന്ത് ചെയ്യും, നല്ല വെയിലാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു തണല് പോലെ ആക്കിയിട്ട് ഇവനൊന്ന് കെടുത്തണല്ലോ. ചുറ്റും നോക്കുമ്പോൾ കുറെ വേസ്റ്റ് സാധനങ്ങൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് വേറൊന്നും കാണുന്നില്ല. എന്തായാലും പ്ലാസ്റ്റിക്കിന്റെ കുറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അത് അടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഒരു തണല് പോലെ ഇവർ ആക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഇവർ വിശ്രമിച്ചു. അപ്പോഴാണ് വേറെ എന്തോ ഒരു ശബ്ദം ഇവർ കേൾക്കുന്നത്. ജൂലി ഇപ്പൊ പതിയെ പുറത്തേക്ക് വന്നിട്ട് അതെന്താണെന്ന് നോക്കുമ്പോൾ ശരിക്കും ജൂലി ഞെട്ടിപ്പോവാണ് കേട്ടോ. മക്കളെയും കൂട്ടി ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം അവർ ഓടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് അവിടെ വലിയൊരു കപ്പല് മറിഞ്ഞു കിടക്കുന്നത് കാണുകയാണ്. അവിടെ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വെള്ളത്തിലേക്ക് വീണ് ഡാമേജ് ആയി കിടക്കുകയാണ്. അതിന് ചുറ്റും ഇവരെ കൂടാതെ വേറെയും കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരോടും ജൂലി പറയാണ് പരമാവധി രക്ഷപ്പെടാൻ പറ്റുന്ന ആൾക്കാർ രക്ഷപ്പെട്ടു. ഇവരുടെ പിന്നാലെ ഒരു സാധനം വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കടലിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഭയങ്കര അക്രമകാരികളായിട്ടുള്ള ഞണ്ടുകളാണ്. ആ ഞണ്ട് തന്നെയാണ് ഇവർ കൊന്നിട്ട് ആ ഒരു കില്ലറിന്റെ ബോഡിയെ ചിതറിപ്പിച്ച് കളഞ്ഞത്. എന്തായാലും ഇവർ അങ്ങോട്ടേക്ക് ഓടി വരുന്നതിന് മുന്നേ ഈ ഞണ്ടുകളെ കണ്ട് പിടിച്ച ആൾക്കാർ കണ്ടെയ്നറിന്റെ ഉള്ളിൽ കയറിയിട്ട് അവര് ലോക്ക് ചെയ്യാണ്. കുറെ അങ്ങോട്ടേക്ക് വന്നിട്ട് ജൂലി അവരോട് കഥക് തുറക്കാൻ പറഞ്ഞെങ്കിലും പേടി കാരണം അവരാരും തുറന്നില്ല. അപ്പൊ ആ ഒരു കണ്ടെയ്നറിന്റെ മുകളിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി മക്കളോട് പറയാണ്. ഈ ബെന്നും അതുപോലെ തന്നെ കേസിയും കയറി. എന്നാൽ ലാസ്റ്റ് ആണ് ജൂലിയ കയറിയത്. അപ്പോഴേക്കും ഞണ്ട് വന്ന് അവളുടെ കാല് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വലിയ മുറിയാവുകയാണ്. അവൾ ആകെ ടയേർഡായി പോയി. എന്നിരുന്നാലും അതിന്റെ മുകളിലേക്ക് കയറി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇവരെ കൂട്ടാതെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ കയറിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ശരിക്കും പെട്ടുപോയത് അവന്മാരായിരുന്നു. കാരണം ഈ കണ്ടെയ്നർ വീണതോട് കൂടിയിട്ട് അതിന് ചെറിയൊരു ഡാമേജ്, ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു. ഈ ഹോളിലൂടെ ഞണ്ട് ഉള്ളിലേക്ക് കയറി. പിന്നെ പറയാനുണ്ടാ, ഇവരുടെ കയ്യിലുള്ള ആയുധം വെച്ച് പരമാവധി ഞണ്ടുകളെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും എണ്ണത്തിൽ ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരെയും അതിന്റെ ഉള്ളിൽ വെച്ച് കടിച്ച് കീറിക്കളയാണ് ആ ഒരു ഞണ്ടുകൾ. അതുപോലെ തന്നെ ജോലിയും പിള്ളേരും ആണെങ്കിൽ ഇപ്പൊ കുറച്ചു നേരത്തേക്ക് സേഫ് ആയിട്ടുണ്ട്. ഈ വന്ന ഞണ്ടുകളാണെങ്കിലോ താഴെയുള്ളവരെ കിട്ടിയത് കൊണ്ട് തന്നെ അവറ്റകളുടെ വിഷമം അറിയപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ജോലി കാലിൽ മുറിവായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണത്തിൽ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടാണ് അവൾ കണ്ണു തുറന്നു വെക്കുന്നത്. കണ്ണു തുറക്കുമ്പോൾ തൊട്ടടുത്ത് 2 മക്കളുമില്ല, ബെൻ അതുപോലെ തന്നെ കാസി. 2 പേര് പേരും വിളിച്ചിട്ട് അവൾ അതിലൂടെ പേടിച്ച് നടക്കുമ്പോൾ ഇപ്പൊ ഒരു കാഴ്ച കാണുകയാണ്. കണ്ടപ്പോൾ സമാധാനമായി. അതായത് ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇവിടെ വീണ് എടുക്കാണല്ലോ, അതിൽ നിന്നും ഇവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം കിട്ടി. ആവശ്യത്തിന് ഇത് അവർ എടുത്തു വെക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നില്ലേ, അവരുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു, അതെല്ലാം ഇവരെടുക്കുകയാണ്. മാത്രമല്ല ഇവർക്കൊരു സാറ്റലൈറ്റ് ഫോണും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ ഫോൺ കിട്ടിയ പാട് തന്നെ ഇവരെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ ഒരു ചെറിയ മുങ്ങിക്കപ്പുള്ള ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അയാളെ വിളിച്ച് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. അതായത് വലിയ ക്രാബ്സുകൾ വന്നിട്ട് ഞണ്ടുകൾ വന്ന് ഞങ്ങൾ ആക്രമിച്ചു, അതിൽ മാപ്പ് നഷ്ടമായി, ഇനി എങ്ങനെ അങ്ങോട്ടേക്ക് വരണ്ടേന്ന് തിരിയുന്നില്ല. ഇതേ സമയത്ത് ആ ഒരു ക്യാപ്റ്റനും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഉണ്ടായതുപോലുള്ള ആക്രമണം എനിക്ക് നേരെ ഉണ്ടായി, എങ്ങനെയോ കഷ്ടിച്ചാണ് ഞാൻ അവറ്റകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതുപോലെ ഞണ്ടുകൾ ഈ ഒരു ഭാഗത്തേക്ക് വരണമെങ്കിൽ അതിനർത്ഥം വെള്ളം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നാണ്. അപ്പൊ നമുക്കിനി സമയമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ട്. ഈ ക്യാപ്റ്റൻ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ മുകളിലേക്ക് നോക്കി അടിക്കുകയാണ്. സോ ആകാശത്ത് വന്ന് അത് പൊട്ടിയ സമയത്ത് ഇത് ബെന്ന് കാണുകയാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് ലൊക്കേഷൻ കിട്ടി, നേരെ ഇവർ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് കരുതി അത് തൊട്ടടുത്തൊന്നുമല്ല, എന്തായാലും കുറച്ചു ദൂരം അവർ നടക്കുകയാണ്. അത്യാവശ്യം ഉയർന്നൊരു പ്രദേശത്ത് ഇവരെത്തി നോക്കുമ്പോൾ കുറെ അകലെയായിട്ട് മഞ്ഞ കളറിൽ എന്തോന്ന് ഇവർ കാണുന്നുണ്ട്. അതായത് ഇത് തന്നെയാണ് ആ ഒരു ചെറിയ മുങ്ങിക്കപ്പൽ. എന്തായാലും കണ്ടല്ലോ, ഇനി വേഗം അങ്ങോട്ടേക്ക് പോയെന്ന് കരുതിയിട്ട് ഇവർ പോകുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്കുള്ള വഴികൾ അത് കുറച്ച് ദുർഘടമായിരുന്നു. ഒരുപാട് വലിയ ഉരുളൻ കല്ലുകളും അതിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന പായലൊക്കെ ആയിട്ട് ഭയങ്കര ദുർഘടമായിട്ടുള്ള ആ ഒരു വഴി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട്
രക്ഷപ്പെടാനായിട്ട് ഇവർ അതിന്റെ ഇടയിലൂടെ പോകുമ്പോൾ ചെറിയൊരു കുഴിയിലേക്ക് കാല് തെറ്റി ഇവരുടെ അമ്മ ജൂലി വീഴുകയാണ്. എന്നാൽ വീണപ്പോഴല്ലേ മനസ്സിലാകുന്നത് അതത്ര ചെറിയ കുഴിയല്ല. രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനും നോക്കിയെങ്കിലും നടന്നില്ല കേട്ടോ. അവസാനം ജൂലി പറയാണ്, മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടു പോ. എന്നാൽ ക്യാസി ഇത് സമ്മതിക്കോ? ഒരു കാരണവശാലും അമ്മയില്ലാതെ പോകില്ല എന്ന് തന്നെ പറയാണ്. എന്നാ ഈ ജൂലിയും ദേഷ്യപ്പെട്ട് പറയാണ്, നീ ഇവിടുന്ന് പോ, അനിയന്റെ കാര്യങ്ങൾ നോക്ക്, അവനെങ്കിലും രക്ഷപ്പെടുത്ത്. അങ്ങനെ ജൂലിയുടെ നിർബന്ധപ്രകാരം ഇവര് രണ്ടുപേരും എങ്ങനെയൊക്കെയോ മനസ്സ് കല്ലാക്കി ഇവിടുന്ന് നേരെ ആ ഒരു മഞ്ഞ ഷിപ്പിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ചെറിയ മുങ്ങിക്കപ്പലാണ്. എത്തിയ സമയത്തിന് രണ്ടുപേർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വന്ന വാർഡ് തന്നെ ആ ഒരു കതവ് തട്ടി ആരെങ്കിലും ഉണ്ടോ വാതിൽ തുറക്കുക എന്ന് പറയണം. എന്നാൽ വാതിൽ തട്ടിയിട്ടും ഉള്ളിൽ നിന്ന് ആരും തുറക്കുന്നില്ല. നോക്കുമ്പോൾ എന്താ ഇതിന്റെ ആ ഒരു ക്യാപ്റ്റൻ ഈ ഒരു കപ്പലിന്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പറയുന്നത്, എനിക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല, നിങ്ങൾ രക്ഷപ്പെട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഞണ്ടിന്റെ ആക്രമണത്തിൽ ഇയാൾക്ക് ഒരുപാട് മുറിവുണ്ടായിട്ടുണ്ട്, ഒരുപാട് രക്തവും പോയിട്ടുണ്ട്. അധിക നേരം ഇയാൾ സർവൈവ് ചെയ്യില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് പിള്ളേരോട് രണ്ടുപേരോടും അതിൽ കയറി രക്ഷപ്പെട്ടു എന്ന് പറയണം. എന്നാൽ ഇതേ സമയത്ത് തന്നെ ക്യാസി അവൾ നോക്കുമ്പോൾ കടൽ വെള്ളം ഒന്നും ഇങ്ങോട്ട് വരാനായിട്ടില്ല. അവൾ വേഗം തിരിച്ചു പോകണം അമ്മയെ രക്ഷപ്പെടുത്താനായിട്ട്. ഇതേ സമയത്ത് ജൂലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയ കുഴി പോലുള്ള സ്ഥലത്തേക്ക് വീണല്ലോ, അങ്ങോട്ടേക്ക് ഒരുപാട് ഞണ്ടുകൾ വരികയാണ്. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അവറ്റകളെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എവിടെ ഒരെണ്ണത്തിനെയോ രണ്ടെണ്ണത്തിനെയോ മാക്സിമം പോയി ഒരു 10 എണ്ണത്തിനെ ഷൂട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ ഈ വരുന്ന ഞണ്ടുകൾ അതൊരു 500 എണ്ണം ഉണ്ടാവും. കഥ തീർന്നു എന്ന് തന്നെ കരുതി നിൽക്കുന്ന സമയത്താണ് മുകളിൽ നിന്നും ഇപ്പൊ ജൂലി ഒരു വിളി കേൾക്കുന്നത്. നോക്കുമ്പോൾ അത് ക്യാസി ആയിരുന്നു. അവള് പറയാണ്, അമ്മ ആ ഒരു ക്യാപ്റ്റൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അയാൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല, അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവാ, നമുക്ക് അതിൽ കയറി രക്ഷപ്പെടാന്ന് പറയണം. മാക്സിമം 3 പേർക്ക് അതിലിരുന്ന് പോകാം. അപ്പൊ ആ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടാതെ മാക്സിമം ട്രൈ ചെയ്ത് ക്യാസിയുടെ കയ്യിൽ ഇപ്പോൾ ജൂലിയെ പിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും മുകളിലേക്ക് വന്ന് നേരെ ആ ഒരു ബോട്ടിന്റെ അടുത്തേക്ക് പോവാണ്. അതേ നേരാണെങ്കിലും ഇവരുടെ പിന്നാലെ തന്നെ ഒരുപാട് ഞണ്ടുകൾ വരുന്നുണ്ട്. ഇതിന്റെ മുകളിലുണ്ടായിരുന്ന ബെന്നാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് പരമാവധി ഇവരുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഞണ്ടുകളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതേ നേരം തന്നെ ഇവർ നോക്കുമ്പോൾ ഒരുപാട് എത്രയോ ഉയരത്തിലായിട്ട് വെള്ളം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാലും കൈയും വിറക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ കയറി ഉള്ളിൽ കയറിയിട്ട് ഈ ഒരു വേഗം അതിന്റെ ആ ഒരു മൂടി അത് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാണ്. അപ്പോഴേക്കും വെള്ളം വന്ന ഒരൊറ്റ അടിയാണ്. എത്ര ദൂരത്തേക്ക് ഇവരുടെ ഒരു ഷിപ്പ് തെറിച്ചു പോയി അറിയില്ല കേട്ടോ. അതിൽ കിടന്ന് ഇവരങ്ങനെ കുലുങ്ങുന്നുണ്ട്. മരണത്തെ കൺമുന്നിൽ കണ്ടു എന്ന് പറയാം. അങ്ങനെ മരണം കൺമുന്നിൽ കാണുന്ന സമയത്ത് ജീവിതത്തിലെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിമിഷങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ ജൂലിയുടെ മൈൻഡിലൂടെ ടോമിനെ കുറിച്ചുള്ള കാര്യങ്ങളും അവളുടെ ലൈഫിൽ സംഭവിച്ച എല്ലാ നല്ല ഓർമ്മകളും ഒറ്റ നിമിഷം കൊണ്ട് കടന്നു പോവാണ്. ഇതേ സമയത്ത് പുറത്തെ ആ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എത്രയോ ഉയരത്തിലാണ് വെള്ളം ഇപ്പോൾ ഉള്ളത്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആ വെള്ളത്തിലൂടെയുള്ള ഒഴുക്ക് അത് ഇവർക്ക് ഫീൽ ആവുന്നില്ല. നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇവരുടെ ആ ഒരു ബോട്ട് വന്ന് വീണതുപോലെ പതിയെ അവർ ആ ഒരു മുകളിലെ ഡോറ് തുറന്ന് നോക്കിയ സമയത്ത് അവരിപ്പോൾ ഉള്ളത് കടലിലല്ല, കരയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ കരയിലെ അവസ്ഥയോ ഉള്ള വീടും ബിൽഡിങ്ങും മുഴുവനായിട്ട് മടിച്ച് തകർന്നു പോയിട്ടുണ്ട്. ഒരു ജീവനെ പോലും ഇവർക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആകെ ബാക്കിയത് ഇവർ 3 പേരായിരിക്കോ, അതൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ആ ഒരു പ്രദേശം പൂർണ്ണമായിട്ടും തകർന്നില്ലാതെയായി പോയിട്ടുണ്ട്. അവിടെ ബാക്കിയായത് ഇവർ 3 പേര് മാത്രമാണ്. ഇവർ 3 പേര് മാത്രമാണ് സർവൈവ് ആയത്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത